അങ്ങ് ആരാ? അങ്ങ് ആരാന്നറിയത്തില്ല. ഇവിടെ ഞാനാ. നിങ്ങൾ ആരാ? ഒരു വഴിപോക്കനാ. കിടക്കാനൊരിടം, അതിനു മുമ്പ് അല്പം ദാഹജലം. അഗ്നിയിൽ തിളപ്പിച്ച ജലമുണ്ട്, എടുക്കട്ടെ? തണുത്തതാണോ? തണുത്തത് കൂച്ചു. തരുന്നത് കൂച്ചോളാമേ. സാവിത്രി അന്തർജനം, ഒരു ഗ്ലാസ് ജലം ഇങ്ങോട്ട് എടുക്കാം. ഇതാ ചേട്ടാ തുളസി വെള്ളം. അല്പം കൂടിപ്പോയെന്ന് തോന്നുന്നു. ജലം കൊടുത്തില്ലേ? കൊടുത്തു. ഇനി ഇവിടെ നിക്കണ്ട. അതെന്താ? ഗന്ധർവന്മാരിറങ്ങുന്ന സമയമാ. ആരെങ്കിലും കണ്ടാൽ മോഹിച്ചിങ്ങി വരും. എന്നെ ഈ സൗന്ദര്യം ഈ നാലുകെട്ടിനുള്ളിൽ തളച്ചിടുകയാണ്. ഒരു നാളെ നാലുകെട്ട് പൊളിച്ച് ഞാൻ പുറത്തു ചാടും. ഏതാണ് ആ ജീവി? തറവാട്ടിലെ ഒരു പാ കിട്ടിയിരുന്നെങ്കിൽ ഇവ ഉമ്മറത്ത് കടന്നുറങ്ങാമായിരുന്നു. പുറത്ത് കിടക്കുന്നത് കൊള്ളാം, ഭയങ്കര തണുപ്പാ. അകത്ത് കിടക്കാം. വേണ്ടായേ. മൃഗശാലയെ കടന്നുറങ്ങിയ ശീലം എനിക്കില്ല. അപ്പോ ഒരു പാ മതി. ഓവേ. ഉണ്ണി, ഒരു പായങ്ങട് എടുക്ക. ഇതാ പായ. അണ്ണായി ഇത് ഉണ്ണി, ഉണ്ണിമായ. അയ്യോ ദൈവമേ, ചതിച്ചല്ലോ. ആ പാ കൊടുത്തില്ലേ, ഇനി അകത്തേക്ക് പോയിക്കോളൂ. ഇവൻ ഇതൊന്നും കണ്ട് വളർന്നവനല്ല. നിക്ക, വരിക, ഇങ്ങോട്ട് മാറി നിക്ക. എവിടെ പോകുന്നു? പുറത്ത് ഭയങ്കര മഞ്ഞല്ലേ, അകത്ത് കടക്കാം. വേണ്ട, ഇവിടെ കിടന്നാ മതി. ഉണ്ണിമായ അവിടെ തനിച്ചല്ലേ കിടക്കുന്നത്, പേടിക്കും. സാരമില്ല. ആ പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടുവോ? ആ കാര്യം പറഞ്ഞപ്പോഴാ ഒന്ന് ഓർമ്മ വന്നത്. കാട്ടാന ഇറങ്ങുന്ന നേരവാ. കാട്ടാന വന്ന് കുത്തി മലത്താതെ നോക്കിക്കോണം. പിന്നെ കാട്ടാന വന്നിട്ട് ഇനി ഇതിലിട്ട് ഇനി എന്നിട്ട് കാട്ടാന. ഞാനിവിടെങ്ങാനും ചുരുണ്ടോളാവേ. ഇവിടെ കിടക്കുന്നത് കൊള്ളാം. നേരം പരവര വെളുക്കുന്നതിന് മുമ്പേ അങ്ങ് എണീറ്റ് പൊക്കോണം. പരിസരവാസികളൊക്കെ ഉണരുന്നതിന് മുമ്പേ അങ്ങ് പൊക്കോണം. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ആണുങ്ങളില്ലാത്ത തറവാടാ. അപ്പൊ അണ്ണനോ? ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോ അങ്ങ് പോകും. ആ കാണുന്നതാ എന്റെ വീട്. ഒളിയമ്പുകൾ ശുഭം. Team 4 stars, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഗുഡ് വർക്ക് ഗൈസ്. ലെറ്റ്സ് ആസ്ക് ദി ജഡ്ജസ്. ജഗദീഷ് ചേട്ടാ, ഈ വേദിയിലും ഒരുപാട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഈ അവാർഡ് ചിത്രങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രമേയം. അതിന് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം അവാർഡ് ചിത്രങ്ങളെ ബേസ് ചെയ്തെടുക്കുന്ന എല്ലാ സ്കിറ്റിലും ഒരേ തരത്തിലുള്ള
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് എല്ലാവരും കൊടുക്കുന്നത്. എന്താ ഞാനിവിടെയാ, എന്താ കാര്യം, അങ്ങോട്ട് പോവല്ലേ? ഇത് ഇത്രയും നേരം കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് ബോറടിച്ചു. അപ്പൊ ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന ഞങ്ങൾക്കോ? പിന്നെ ഇത്രയും നിങ്ങൾ സ്ട്രെയിൻ എടുത്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഹ്യൂമർ എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. നിങ്ങൾ ഹ്യൂമറിനുള്ള സാധ്യതകൾ കുറച്ചുകൂടെ കാര്യമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് 4 സ്റ്റാർസ്. താങ്ക് യു ജഗദീഷ് ചേട്ടാ. കൽപ്പന ചേച്ചി, ഉല്ലാസിനെ കണ്ടപ്പോഴേ ശരി വന്നു. ഉല്ലാസിന്റെ ആ നടത്തം കണ്ടപ്പോഴേ, കാരണം ഉല്ലാസിന്റെ അന്നത്തെ പെർഫോമൻസ് അത്രയ്ക്ക് എന്നെ അട്രാക്ട് ചെയ്തതാണ്. പിന്നെ മ്യൂസിക്കിന്റെ പ്രാധാന്യം അപാരം കേട്ടോ. പറയുമ്പോ നിന്നുകൊണ്ട് മാത്രം നിന്ന് കണ്ണ് കാണിക്കുന്നത് വരെ ആ മ്യൂസിക്കിലൊരു അപാര, ഇത്രയും അങ്ങനെ ഒരു മ്യൂസിക് ഇത് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുകയാണ്. എന്റെ ഒരിക്കലും നമ്മൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം അതാണ്. മനോജ് അസാധ്യം കേട്ടോ. മനോജ് ഇപ്രാവശ്യം സ്കോർ ചെയ്തു. മനോജും കൊള്ളാം, പ്രമോദും കൊള്ളാം, സജി, പിന്നെ ഉല്ലാസ് കുറച്ചേ ഉള്ളത് ഉല്ലാസ് നടന്നു വന്നതും എല്ലാം നന്നായി. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേച്ചി. ടീനേട്ടാ, സാധാരണ നിങ്ങൾ പെർഫോം ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഒരു കോൺഫിഡൻസ് ഈ സ്കിറ്റ് പെർഫോം ചെയ്തതിന് ശേഷം കണ്ടില്ല. ഉറപ്പല്ലേ? ഉല്ലാസിന്റെ ടീമിന്റെയും മുഖത്ത് ഉല്ലാസം ഉണ്ടായിരുന്നില്ല. മുട്ടക്കച്ചവടത്തിന് നഷ്ടം വന്ന പോലെ ഇരിക്കുക. അപ്പൊ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മളൊക്കെ സ്ഥിരമായിട്ട് സ്റ്റേജ് ഷോസിന് പോകുന്നത് കാരണം ഈ കോൺസെപ്റ്റ് പലതവണ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഉള്ളത് ചെയ്തത് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടും ക്ലാഷ് ഇല്ലാണ്ടും കോൺഫിഡൻസിലോടുകൂടിയും നിങ്ങൾ പെർഫോം ചെയ്തു. എന്തായാലും അടുത്ത റൗണ്ടിൽ നിങ്ങളത് മേക്കപ്പ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ചോദിക്കാം. കൽപ്പന ചേച്ചി, 14 മാർക്ക് നിങ്ങളുടെ മൊത്തം നിങ്ങളുടെ ആ ഒരു പെർഫോമൻസിനും ഒക്കെ ഈ ഇത് തിരഞ്ഞെടുത്തതിനുമൊക്കെ, പ്ലസ് 2 മാർക്ക് നിങ്ങളുടെ മ്യൂസിക് സെൻസിന്. ഓക്കെ, സോ 16 മാർക്ക്. ടീനേട്ടാ, 18 out of 25. 18 out of 25. ജഗദീഷ് ചേട്ടാ, 18 out of 25. താങ്ക് യു ജഡ്ജസ്. 70 നിന്ന് 52 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്.